أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فما خطبكم أيها المرسلون. കഴിഞ്ഞ ജുസുവിൻ്റെ അവസാന ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്ന അതിഥികളെ സംബന്ധിച്ചുള്ള പരാമർശം വന്നിരുന്നു. അപ്പോൾ അവർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ വന്ന മലക്കുകളായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ 27-ാമത്തെ ജുസുവിൻ്റെ തുടക്കം എന്ത് ചെയ്യുന്നത്, പരാമർശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവം നമുക്കറിയാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ ആ മലക്കുകൾ പോയി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവം അത് നമ്മൾ മുമ്പ് ഇവിടെ പരാമർശിച്ചതാണ്. ഇതുകൂടാതെ സൂറത്തു ദാരിയാത്തിൽ ഫിർഔൻ, ആദ് ഗോത്രം, സമൂദ് ഗോത്രം, അതുപോലെ തന്നെ നൂഹ് നബിയുടെ സമുദായം, ഇവരുടെയൊക്കെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ ദഅവത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് എല്ലാം അള്ളാഹു ജോഡി ജോഡിയായി സൃഷ്ടിച്ചു. ഇത് പലയാവർത്തി പല സൂറത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തിലെ ചില ഭാഗത്ത് അറിവുള്ളവർക്ക് ഇത് ഗുണപാഠമാണ് എന്ന് പറയുന്നതായിട്ട് കാണാം. ആലിമീങ്ങൾക്ക്, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഈ ആലിമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഗോളശാസ്ത്രമൊക്കെ പഠിച്ചവരും ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് വലിയ ശാസ്ത്രജ്ഞർ, അവർക്കിതെന്താണ്, ഗുണപാഠമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോളശാസ്ത്രത്തെക്കുറിച്ചുള്ള വലിയ അറിവുകളൊന്നും നമുക്കില്ല. പക്ഷേ ശാസ്ത്രലോകത്ത് റിസർച്ച് നടത്തുന്നവർ, അവരുടെ റിസർച്ച്, ആകാശഭൂമി, നക്ഷത്രങ്ങൾ, ഇതിൽ ഓരോന്നും അവർ റിസർച്ച് നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനും കൂടെ വായിച്ചു നോക്കുന്നു. ഖുർആൻ വായിച്ചു നോക്കി ഖുർആനിൽ പ്രയോഗിച്ച ഓരോരോ പ്രയോഗങ്ങൾ, ഓരോ പദങ്ങൾ, അതിൻ്റെ ഒറിജിനൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ മീനിങ്, ഏതർത്ഥത്തിലാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഖുർആൻ ഒരു മുഅ്ജിസത്താണ് എന്ന്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലായിട്ട് ആ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ശേഷം അവസാന ഭാഗത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്തിനാണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് എന്നുള്ള കാര്യം. അതുപോലെ റിസ്ഖിൻ്റെ ഉത്തരവാദിത്തം അത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ഖ് നൽകുന്നവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശേഷം കാഫിറുകൾ, മുശ്രിക്കീങ്ങൾക്ക് ഖിയാമത്തിൻ്റെ അദാബിൻ്റെ മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ആ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവർക്കുള്ള പ്രബോധനം നടത്തുന്നു. അങ്ങനെ ഈ സൂറത്ത് അതോടെ അവസാനിക്കുകയാണ്. അതിനുശേഷമുള്ള അടുത്ത സൂറത്താണ് സൂറത്തു തൂർ. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ തന്നെ അവതരിച്ച സൂറത്താണ്. ഇതിൻ്റെ ആയത്ത് 49 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഇവിടെയും സാധാരണ മക്ക സൂറത്തിലുള്ളതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ ആഖിറത്തിലെ ജീവിതം, സ്വർഗം, നരകം, മുൻകഴിഞ്ഞ സമുദായം, അവർക്കുണ്ടായ അനുഭവം, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം, ഇതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ. ഈ സൂറത്തിൽ പ്രത്യേകമായിട്ട് തുടക്കം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നുണ്ട് ഒരു 5 വസ്തുക്കൾ: തൂർ, കിതാബുൻ മസ്തൂർ, റഖ്ഖിൻ മൻഷൂർ, ബൈത്തുൽ മഅമൂർ, സഖ്ഫിൽ മർഫൂ, ബഹറിൽ മസ്ജൂർ. നമുക്കറിയാം, സത്യം ചെയ്യുന്നത് പറയുന്ന കാര്യത്തിൽ കേൾക്കുന്നവർക്ക് വിശ്വാസ്യത ഉണ്ടാകാൻ വേണ്ടിയും കൂടുതൽ ഉറപ്പുണ്ടാകാൻ വേണ്ടിയുമാണ്. ഇപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ തന്നെ വളരെ അത്ഭുതങ്ങളുള്ള, ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമെടുക്കാനുള്ള ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൃഷ്ടികളും അതുപോലെ തന്നെ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ ഓരോന്നും ഏറ്റവും വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനായത്. അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യും. അപ്പോൾ അതൊന്ന് അറബി ഭാഷയുടെ അതിൻ്റെ സാഹിത്യം, കാരണം അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു സത്യം ചെയ്ത് പറയുക എന്നത് ആ പറയുന്ന വാക്കിൻ്റെ സൗന്ദര്യത്തെ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആലങ്കാരിക പ്രയോഗമായിട്ട് അതിനെന്ത് ചെയ്യാറുണ്ട്, അറബികൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ സത്യം ചെയ്തു വരുന്ന വസ്തുക്കളും സത്യം ചെയ്ത് പറയുന്ന കാര്യവും തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട്. അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വസ്തുക്കൾ ഓരോന്നായിട്ട് ഉപയോഗിക്കുന്നത്.
ഇതിൽ തൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, തൂർ സീന പർവ്വതം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംസാരിച്ച ആ ഭാഗം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ വഹിയ്, അതുപോലെ തന്നെ കിതാബുൻ മസ്തൂർ. ഇതും ചില മുഫസ്സിരിങ്ങൾ പറയുന്ന ഇതും പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ഗ്രന്ഥത്തെക്കുറിച്ചാണ് സൂചന. ആദ്യം ആ സ്ഥലം, വഹി കിട്ടിയ സ്ഥലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, രണ്ടാമത് ഗ്രന്ഥത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, അതായത് തൗറാത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. മറ്റ് ചില മുഫസ്സിരിങ്ങൾ പറയുന്നത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ അമലുകൾ എഴുതിയ ഏടുകളാണ്, നമ്മുടെ അമലുകൾ എഴുതിയ ഏടുകളാണ് ഇതുകൊണ്ട് നിവർത്തി വെക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് വൽ ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ദുനിയാവിൽ കഅബത്തുള്ള പോലെ മലക്കുകൾ തവാഫ് ചെയ്യുകയും മലക്കുകൾ ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരു ദുനിയാവുണ്ട്. ആ ദുനിയാവിൽ കഅബത്തുള്ളയുടെ സ്ഥാനമാണ് ഈ ബൈത്തുൽ മഅമൂറിന്. അപ്പോൾ അതിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വസ്സഖ്ഫിൽ മർഫൂ, ഉയർന്നു നിൽക്കുന്ന മേൽപ്പുര, ഇതുകൊണ്ട് ആകാശമാണ് ഉദ്ദേശം. അതുപോലെ തന്നെ വൽ ബഹ്റിൽ മസ്ജൂർ, നിറഞ്ഞ് നിൽക്കുന്ന സമുദ്രം. ഈ വസ്തുക്കളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇവകളെ ഒന്നും, ഇത്രയും സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തത് വെറുതെ അല്ലല്ലോ, മറിച്ച് ഇതിൻ്റെ പിറകിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതെന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യൻ ഇങ്ങനെ വന്നു ജീവിക്കുന്നു പോകുന്നു, ഇതെല്ലാം അള്ളാഹ് സൃഷ്ടിച്ചതാണ്. പക്ഷെ മനുഷ്യൻ ഇതെല്ലാം വന്നു ജീവിച്ചങ്ങ് പോകുന്നു, തീർന്നു. അപ്പോൾ അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും അതൊരു യുക്തിഭദ്രമായ ഒരു കാര്യമല്ല. മറിച്ച് അവൻ ഈ ഭൂമുഖത്ത് ഇത്രയും സംവിധാനങ്ങളോടുകൂടി അള്ളാഹു ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ജീവിച്ച് ഇവിടെ എന്തോ ചെയ്ത് അതിന് പ്രതിഫലം അവന് നാളെ ആഖിറത്തിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. ഇത് കൃത്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷ കിട്ടുക എന്നത് സുനിശ്ചിതമാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. കൃത്യമായിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇത് മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അവർ അള്ളാഹു ഉണ്ട്, അള്ളാഹ് ഇതെല്ലാം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു വിഭാഗമുണ്ട്, നിരീശ്വരവാദികൾ. ഇത്രയെല്ലാം സംവിധാനങ്ങൾ കണ്ടിട്ട് ഇതെല്ലാം ആകസ്മികമായി ഉണ്ടായതാണെന്ന് വിശ്വസിച്ചു പോകുന്നു. ഈ കാണുന്ന ആകാശഭൂമികളും ഇതിലുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കൃത്യമായി അതിൻ്റെ സഞ്ചാരപാതകളും ഇതെല്ലാം കണ്ടതിന് ശേഷം പറയുന്നു ഇതൊക്കെ ആകസ്മികമായി അങ്ങനെ ഉണ്ടായതാണ്, പ്രത്യേകിച്ച് ഇതൊന്നും ആരും ഉണ്ടാക്കിയതല്ല എന്ന്. അപ്പോൾ അതിനേക്കാൾ വിഡ്ഢികളുടെ ലോകത്താണ് അവരുള്ളത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ ഓരോന്നായി ഇവിടെ ഈ സൂറത്തുകളിൽ അല്ലാഹു അവരുടെ ആസ്വദിക്കുന്ന ആസ്വാദനം പോലും ഇവിടെ വിവരിക്കുകയാണ്. അതിനുശേഷം സജ്ജനങ്ങളുടെ മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അമലുകളിൽ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അത്രയും വലിയ ദർജയിലെത്തിയില്ല എങ്കിലും ഈമാനുണ്ട്, അമലെ സാലിഹാത്തുണ്ട്. പക്ഷേ തങ്ങളുടെ മാതാപിതാക്കളുടെ ആ ത്യാഗത്തിലൊന്നും അവർക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സഹാബാക്കൾ ചെയ്ത ത്യാഗമൊന്നും ശേഷം വന്നവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ മാതാപിതാക്കളുടെ ആ സന്തോഷത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കൾ ആ മാതാപിതാക്കളോടൊപ്പം ഉണ്ടാകാൻ വേണ്ടി നാളെ സ്വർഗത്തിൽ ഇവരെയും അവരുടെ ദർജയിലേക്ക് ഉയർത്തും. ഒന്നുകിൽ അവരെ ദർജ താഴ്ത്തണം, അല്ലെങ്കിൽ ഇവരുടെ ദർജ ഉയർത്തണം. എന്നാലേ മാതാപിതാക്കളോടൊപ്പം മക്കളുണ്ടാവും. അപ്പോൾ മുഅ്മിനീങ്ങളായ മക്കൾ മാതാപിതാക്കളോടൊപ്പം ഉണ്ടാകുന്നത് തന്നെ മാതാപിതാക്കൾക്ക് വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഈ മക്കളുടെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ഉയർത്തും എന്നാണ് അടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുകളെ സംബന്ധിച്ച്, അവൻ്റെ പക്കലുള്ള കഴിവുകളെല്ലാം അതൊരു കടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു കടമാണ്. അപ്പോൾ ഈ കടം എന്ന് പറയുമ്പോൾ നമ്മൾ ഈമാന് അമലെ സാലിഹത്തിലൂടെ ആ കടം വീട്ടാൻ നമ്മൾ തയ്യാറാകണം. നമുക്കൊരു സാധനം തന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി നമ്മളതിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടെ ആ കടം നമുക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം നമ്മൾ വീട്ടാൻ തയ്യാറാവണം. അപ്പോൾ ഈമാന് അമലെ സാലിഹത്തിലൂടെ നമ്മൾ ആ കടം വീട്ടുകയാണെങ്കിൽ മാത്രമേ ആഖിറത്തിൽ നമ്മൾ സ്വതന്ത്രമാകാൻ പറ്റൂ. നമ്മളൊരു പണയ വസ്തു പോലെയാണ്. അപ്പോൾ ആഖിറത്തിൽ നമുക്ക് സ്വതന്ത്രമാകണമെങ്കിൽ നമ്മൾ ആ കൃത്യമായി ആ കടം നമ്മൾ വീട്ടേണ്ടതുണ്ട്. ആ കടം വീട്ടുന്നത് എങ്ങനെയാണ്? ഈമാന് അമലെ സാലിഹത്തിലൂടെയാണ്. എന്നാൽ ഒരാൾ
ഈമാനും അമലെ സാലിഹത്തും ഇല്ലാതെ നാളെ ആഖിറത്തിലേക്ക് പോയി എങ്കിൽ അവൻ കടം വീട്ടിയവനല്ല. അങ്ങനെ കടം വീട്ടാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിൻ്റെ ബന്ധനത്തിലായിരിക്കും. ശേഷം മക്ക മുശ്രിക്കുകളുടെ ബാലിശമായ വിമർശനങ്ങൾ, നബിതങ്ങൾക്കെതിരെയുള്ള വളരെ ബാലിശമായ ചില വിമർശനങ്ങളും, അതിനെ സംബന്ധിച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദ്യകാരനാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരോട് പറയുകയാണ്, ഫലിയത്തു ബി ഹദീസിൻ മിസ്ലി, ഇതുപോലൊരു ഗ്രന്ഥം എന്നാൽ നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങളിൽ വലിയ വലിയ കവികളുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ഒരെണ്ണം കൊണ്ടുപോവാ. പിന്നെ ഇവരുടെ ഈ ഓരോ വിമർശനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യോത്തരത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യാണ്, മറുപടി കൊടുക്കുകയാണ്. ചിന്തിക്കാനുള്ള കാര്യങ്ങളും അള്ളാഹു അവരോട് പറയുകയാണ്. നിങ്ങൾ ഒരു ഖാലിക്കും ഇല്ലാതെ വെറുതെ ആകസ്മികമായി നിങ്ങൾ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അപ്പോൾ ആ ചോദ്യവും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് സംവിധാനിച്ചിരിക്കുന്ന ഓരോ സംവിധാനങ്ങളും കൃത്യമായി അവരുടെ മുന്നിൽ ഗുണപാഠത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇവിടെ വരച്ച് കാണിക്കുകയാണ്. അവസാനം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, വസ്ബിർ ലി ഹുക്മി റബ്ബിക്, താങ്കൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയാണ് ഈ സൂറത്തിൻ്റെ അവസാനം. അത് കഴിഞ്ഞ് സൂറത്തു നജ്മാണ്. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 62 ആയത്തും 3 റുക്കുവുമാണുള്ളത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത, മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും രണ്ടുപേരുമുള്ള ഓപ്പൺ മജ്ലിസിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഓതിക്കേൽപ്പിച്ച സൂറത്താണ് ഈ സൂറത്തു നജ്ം എന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് സജദയുടെ ആയത്ത് അവതരിച്ച സൂറത്തും ഈ സൂറത്തു നജ്മാണ്. വേറൊരു പ്രത്യേകത ഇതിനകത്തുണ്ടാകുന്ന വെച്ചാൽ, ഈ സൂറത്തിൻ്റെ ഒരു മാസ്മരിക ശൈലിയുണ്ട്. അപ്പോൾ ആ ശൈലി ഇതിൻ്റെ ആലങ്കാരിക പ്രയോഗമല്ല. അതൊരു പക്ഷേ നമുക്ക് ഇതിന് ശേഷം വരുന്ന സൂറത്തുകളുടെ എല്ലാ അവസ്ഥ അതാണ്. സൂറത്തുർ റഹ്മാൻ, വാഖിയ, ഇതൊന്നും മറ്റൊരു ഭാഷയിലേക്ക് നമുക്ക് മൊഴിമാറ്റം ചെയ്യാൻ കഴിയില്ല. അത് ഏത് ഭാഷയിലാണെങ്കിലും ശരി. കാരണം അതിൻ്റെ ആ ശൈലിയും അറബി ഭാഷയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മുടെ ഭാഷയിൽ തന്നെ ഒരാൾ, വലിയ ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹം ഒരു പ്രബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതാ സമാഹാരം അയാൾ തയ്യാറാക്കുന്നു. അതിനകത്ത് അദ്ദേഹം അതിന് മലയാള ഭാഷയുടെ ഏറ്റവും ഉയർന്ന പദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആലങ്കാരിക പ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് വളരെ ഉയർന്ന നിലവാരമുള്ളൊരു കവിത അയാൾ തയ്യാറാക്കിയതിന് ശേഷം അത് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റുകയാണെങ്കിൽ ആ ഭാഷയിലുള്ളവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയില്ല. ആ ഭാഷക്കാർ ഇപ്പോൾ ഉദാഹരണമായിട്ട് മറ്റൊരു ഭാഷയിലേക്ക് ഇത് മറ്റുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ച ഉപയോഗം, അതിൻ്റെ മലയാളത്തിൻ്റെ ഒരു വാക്കുകൾ, ആ വാക്കിൻ്റെ പ്രത്യേകതകൾ, ഇതിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അതിനൊരു അർത്ഥം എന്തായാലും മറ്റേ ഭാഷയിലുള്ളത് അവർക്ക് എഴുതാനേ കഴിയും. എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ്റെ ഈ തുടർന്നുള്ള സൂറത്തുകളുടെ എല്ലാം മലയാളത്തിലും അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയിൽ മൊഴിമാറ്റം ചെയ്താലും അത് പൂർണ്ണമാകില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ സൂറത്ത് ഇതിൻ്റെ ആ മാസ്മരികതയിൽ മതിമറന്നുകൊണ്ട് മുശ്രിക്കീങ്ങൾ പോലും സുജൂദ് ചെയ്തു പോയ സൂറത്താണ്. സജദയുടെ ആയത്ത് വന്നപ്പോൾ മുഅ്മിനീങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ട് അറിയാതെ മുശ്രിക്കീങ്ങളും സുജൂദ് ചെയ്തു പോയി. ആ മാസ്മരികതയാണ് ഈ സൂറത്തിനകത്തുള്ളത്. ഇത് പല സ്ഥലങ്ങളിൽ മക്ക മുശ്രിക്കീങ്ങൾ ഒളിഞ്ഞു കേട്ട സംഭവങ്ങളൊക്കെ ഹദീസിൻ്റെ കിതാബുകളുണ്ട് പരിശുദ്ധ ഖുർആൻ. കാരണം അത് ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഇതിന് അങ്ങനെ ഒരു വശ്യത ഈ പരിശുദ്ധ ഖുർആനിനുണ്ട്. പക്ഷെ അത് നമ്മൾ മറ്റൊരു ഭാഷയിൽ അത് സംസാരിക്കുമ്പോൾ മറ്റൊരു ഭാഷയിൽ എങ്ങനെയൊക്കെ നമ്മളതിനെ വിവർത്തനം ചെയ്താലും അതെന്താകില്ല, പൂർത്തി ആകില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സംസാരം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിന് വിവർത്തനം കൊണ്ടുവരുന്നത്. ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഇത് ജിബ്രീലാണെന്ന് എന്താ ഉറപ്പാണുള്ളത് എന്നൊരു ചോദ്യം. വന്നത് ജിബ്രീലാണോ, അതായത് വേറെ ആരെങ്കിലും ആണോ? അപ്പം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതും അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രത്തിൻ്റെ വഹി കുറച്ച് നാൾ ഇല്ലാതിരുന്ന സമയത്ത് ഈ ചക്രവാളം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു. രണ്ടാമത്തെ നബി തങ്ങളുടെ മിഅ്റാജിൻ്റെ യാത്രയിൽ നമ്മൾ സൂറത്തുൽ ഇസ്രായിൽ അത് വിഷയം പറഞ്ഞിരുന്നു. അവിടെ ഇസ്രായിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, നജ്മിൽ മിഅ്റാജിനെ കുറിച്ചുള്ള പരാമർശമുണ്ട് എന്ന്. അപ്പോൾ മിഅ്റാജിൽ
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നതാണ് ഈ സൂറത്തിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. അത് രണ്ടാമത്തെ തവണയാണ് എന്ത് ചെയ്തത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിഅ്റാജിൻ്റെ സമയത്ത് കണ്ടത്. അപ്പോൾ ആ കണ്ട സംഭവം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രയോഗം, ലഖദ് റആഹു നസ്ലത്തൻ നുഖറ ഇൻദ സിദ്റത്തിൽ മുന്തഹ. ഈ സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞ് സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മരം, ഇലന്ത മരം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ആ ഒരു വലിയ മരം അത് ആ ലോകത്തുള്ളതാണ്, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഇൻദഹ ജന്നത്തുൽ മഅ്വ, അവിടെയാണ് സ്വർഗമുള്ളത്. മുഅ്മിനീങ്ങളുടെ അഭയസ്ഥലമായ സ്വർഗമുള്ളത് ആ മരത്തിൻ്റെ അടുത്താണ്. അവിടെ ഇത് യഗ്ഷ സിദ്റത്തമായ യഗ്ഷ, ഈ പ്രയോഗം, അതായത് അതിനെ പൊതിഞ്ഞപ്പോൾ എന്ത് പൊതിഞ്ഞു എന്ന് പറയുന്നില്ല. അതിൽ വല്ല മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിലേക്ക് അള്ളാഹു ക്ഷണിച്ച സമയത്ത് നബിതങ്ങളുടെ വരവറിഞ്ഞപ്പോൾ മലക്കുകൾ പ്രകാശം പോലെ, ഈയാമ്പാറ്റകളെപ്പോലെ വന്നിട്ട് പ്രകാശത്തിൻ്റെ കണിക പോലെ ആ മരം വന്ന് പൊതിഞ്ഞ് നബിതങ്ങളെ കാണാൻ വന്നു എന്നാണ്. അപ്പോൾ തങ്ങളെ കാണാൻ വേണ്ടി വന്ന മലക്കുകളാണ് ആ പൊതിഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ രംഗം ഇവിടെ വളരെ വിശാലമായ രീതിയിൽ അത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിൽ അവിടെ വെച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ഒന്നുകൂടെ കാണുന്നു. അങ്ങനെ കണ്ട് പിന്നെ അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് എത്രത്തോളം അടുത്തു എന്ന് പറഞ്ഞാൽ 2 വില്ലുകൾ അടുക്കുന്നത് പോലെ. ഇത് അറബികളുടെ ഒരു പ്രയോഗമാണ്, പരസ്പരം സ്നേഹത്തോടുകൂടെ അടുക്കുന്നതിന് 2 വില്ലുകൾ ചേർത്ത് വെക്കുന്നത് പോലെ അടുക്കുന്നെന്ന് പറയും. എന്നതുപോലെ എന്ത് ചെയ്തു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമുമായിട്ട് എന്ത് ചെയ്തു, അടുത്തു എന്നും നമുക്ക് എന്ത് ഈ സൂറത്തിൽ കാണാൻ കഴിയും. അടുത്ത വിഷയം, മക്ക മുശ്രിക്കീങ്ങളിൽ ചില ആൾക്കാരുണ്ടാവും പരിശുദ്ധ ഖുർആനൊക്കെ കേൾക്കുമ്പോൾ സത്യമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ മുസ്ലിം ആയാലോ എന്ന് ആലോചിക്കും. പക്ഷേ ഈ കൂടെയുള്ള കൂട്ടുകാരെന്ത് ചെയ്യും, പിന്തിരിപ്പിക്കും. അപ്പോൾ അങ്ങനെ 1-2 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും സൂചിപ്പിക്കുന്ന ആയത്തുകളാണ്. അപ്പോൾ അതിൽ മുമ്പും നിൻ്റെ ശിഷ്യകളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടൊരായത്ത് ഇതിന് മുമ്പ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്നത്, ഒരാൾ പറയുകയാണ്, നിനക്ക് കൃത്യമായി ഞാൻ എന്ത് ചെയ്യാം, ശമ്പളം തരാം, നീ ഒരിക്കലും അങ്ങോട്ട് പോകരുത്, നിനക്ക് ഞാൻ നിരന്തരം കറക്റ്റായിട്ട് പൈസ എന്ത് ചെയ്യാം, സമ്പത്തൊക്കെ തന്നുകൊണ്ടിരിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പിന്നെയും ദുനിയാവിൻ്റെ ആ മോഹത്തിൽ എന്നാ വേണ്ട എന്ന് പറഞ്ഞ് ദീൻ സ്വീകരിക്കില്ല. അങ്ങനെയുള്ളവൻ്റെ അവസ്ഥ. അപ്പോൾ ഇവൻ കൊടുക്കാമെന്ന് പറഞ്ഞവൻ ഫുള്ള് കൊടുക്കുന്നില്ല, കുറച്ച് ദിവസം കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. വാഴ്ത്ത കലീലം വാക്കുത. അപ്പോൾ അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് അല്ലാ തസിറു വാസിറത്തും വിസിറ ഉഖ്റ, ഒരാളുടെ തിന്മ മറ്റൊരാൾക്ക് പേറാൻ പറ്റില്ല. അതൊക്കെ അവർ ഈ ദുന്യാവിൽ വെച്ച് ഇങ്ങനെയൊക്കെ വാഗ്ദാനമൊക്കെ പറയും. നാളെ ആഖിറത്തിൽ ഈ ദീൻ ഹക്കായിരുന്നു, ഇത് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ വന്നാലും നിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം, നീ ഒരു കാരണവശാലും ഈ ദീനിൽ പോകരുത് എന്നൊക്കെ ദുന്യാവിൽ വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, വലിയ വലിയ വാചകങ്ങളടിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയില്ല. വലാ തസിറു വാസിറത്തും വിസിറ ഉഖ്റ, ഒരാളുടെ തിന്മ മറ്റൊരാൾക്ക് പേറാൻ കഴിയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവന് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് അവൻ്റെ വേറൊരാൾക്ക് എന്തിലും ഗുണം ചെയ്യില്ല, അത് അവന് മാത്രമാണ് ഗുണം ചെയ്യുന്നത്. തൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മുഅ്മിനായെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ രക്ഷപ്പെടുമെന്ന് എന്ത് ചെയ്ത് ചിന്തിക്കരുത്. മുഅ്മിനായവൻ മാത്രമേ എന്ത് ചെയ്യൂ, രക്ഷപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാളുടെ തിന്മ മറ്റൊരാൾ പേറുകയും ഇല്ല. ശേഷം മുശ്രിക്കീങ്ങളുടെ തെറ്റായ വാദങ്ങളെ ഖണ്ഡിക്കുന്നു. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ സമുദായത്തിനുണ്ടായ അള്ളാഹുവിൻ്റെ ശിക്ഷകളെ ഓർമ്മപ്പെടുത്തി ഹക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്യുകയാണ്. ആ കാഫിരീങ്ങളെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ദഅവത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ അന്നത്തെ ആ വിശ്വാസം അനുസരിച്ച് അവർ ആരാധിച്ചു വന്നിരുന്ന കുറേ വിഗ്രഹങ്ങളുടെ പേരുകളും എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആ പേരുകൾ ഓരോന്നായിട്ട് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നത്, ഖണ്ഡിക്കുന്നത്. അടുത്തത് സൂറത്തുൽ ഖമറാണ്. 55 ആയത്ത്, 3 റുക്കുവുമുണ്ട് ഈ സൂറത്തിൽ. ഈ സൂറത്ത് നേരത്തെ പറഞ്ഞതുപോലെ
തൗഹീദ്, റിസാലത്ത്, ആഖിറത്തുമായി ബന്ധപ്പെട്ട ദഅവത്താണ്. അപ്പോൾ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് മക്ക മുശ്രിക്കീങ്ങൾക്ക്. അപ്പോൾ അതിൽ ഇഖ്തറബത്തിസ്സാഅ എന്നാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഖിയാമത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനും ഖിയാമത്തും രണ്ട് വിരലുകൾ പോലെയാണ്, അത്രയും അടുത്തിരിക്കുന്നു. എന്നുവെച്ചാൽ ബാക്കിയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടവും നബി തങ്ങളുടെ കാലഘട്ടവും ഖിയാമത്ത് നാൾ നോക്കിയാൽ വലിയ ദൂരമൊന്നുമില്ല, വളരെ കുറച്ച് കാലയളവ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വൻഷക്കൽ ഖമറു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ഇത് ഖിയാമത്തിൻ്റെ ഒരു അടയാളമാണ്, ചന്ദ്രൻ പിളരുക. ഇത് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, സംഭവിച്ചതാണ്. മിക്ക മുഫസ്സിരീങ്ങളും ഈ ഒരു അഭിപ്രായക്കാരാണ്, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു എന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ 5 ഹദീസ് 5 സ്ഥലങ്ങളിലായിട്ട് ഈ ഹദീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ ചന്ദ്രനെ പിളർന്നതായിട്ട്. ഇമാം മുസ്ലിം 3 സ്ഥലങ്ങളിൽ ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് പിളർന്നു ഒരു മലയുടെ 2 ഭാഗത്തായിട്ട് കാണപ്പെടുകയും അന്ന് കണ്ട ആൾക്കാർ, അതിൽ ഹദീസിനകത്ത് മക്ക മുശ്രിക്കീങ്ങളുണ്ടായിരുന്നു, മുഅ്മിനീങ്ങളുണ്ടായിരുന്നു. ഇത് ആവശ്യപ്പെട്ടതിനകത്ത് മുശ്രിക്കീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. ഹംസ റളിയല്ലാഹു തആലയുടെ പേര് വരുന്നുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹു അബൂജഹലുമായുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ മുഅ്മിനായെങ്കിലും അടയാളം എന്തെങ്കിലും ഉണ്ടോ എന്ന് നബി തങ്ങളടുത്ത് ചോദിക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുത്തതായിട്ടും, അതുപോലെ തന്നെ ചില റിവായത്തിൽ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് കാണിച്ചു കൊടുത്തതായിട്ടും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കോലിളക്കം ആൾക്കാർ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കുന്നൊരു വിഷയമാണ് ഈ ചന്ദ്രൻ പിളർന്നു എന്നത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. സാധാരണ വസ്തുക്കൾ പിളരുന്നത് പോലെ അത് പിളരുന്നതിന് അത്ഭുതമൊന്നുമില്ല, പിളരാം. ഭൂമി 2ആയിട്ട് പിളരാം. ഇതെല്ലാം പിളർന്നു പോകാവുന്ന കാര്യങ്ങളാണ്, അല്ലാതെ പിളരാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളമാണ്. ഇത് 2ആകുക എന്ന് പറഞ്ഞാൽ, ചിന്തിച്ചാൽ അത് 2ആയി പിളർന്നാൽ പിളർന്നു എന്നതുപോലെ ചന്ദ്രൻ പിളർന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഈ സംഭവം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കാണിക്കുന്നു, അവിടെയുള്ള ആൾക്കാർ ഇത് കാണുന്നു, അവർ പരമ്പരയായിട്ട് നമ്മുടെ മുമ്പിൽ ഇത് പറയുന്നു. ഇത് കൂടാതെ തന്നെ പല ഗ്രന്ഥങ്ങൾ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും ഇത് ദർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഫാരിസി 1600 എഴുതിയ ഒരു ഫാരിസി ഗ്രന്ഥമുണ്ട്, താരീഖെ ഫെരിഷ്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഗ്വാളിയാറിലൊരു രാജാവ് ഇത് കണ്ടതായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. 1802 അതിൻ്റെ പ്രസിദ്ധീകരണം നടന്നത്, ബ്രിട്ടീഷിൻ്റെ കാലഘട്ടത്തിലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ചേരമാൻ പെരുമാൾ, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുന്ന സമയത്ത് ചന്ദ്രൻ 2ആയിട്ട് പിളർന്നത് കാണുകയും അദ്ദേഹം മക്കയിലേക്ക് പോവുകയും ചെയ്ത സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊരു സംഭവം പലരും ഉദ്ധരിക്കുന്ന സമയത്ത് അതിനെ എല്ലാത്തിനെയും കണ്ണടച്ച് നിഷേധിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തള്ളിക്കളയേണ്ടി വരും. കാരണം ചരിത്രങ്ങളൊന്നും തന്നെ നമ്മൾ ഒരു 100 അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രവും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുള്ളതൊന്നുമല്ല. എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുന്നവർ വിശ്വാസയോഗ്യരായ ആൾക്കാരാണ് ഇത് പറയുന്നത് എങ്കിൽ അത് സ്വീകരിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇത് നടന്ന സംഭവമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അത് പിളർന്നിട്ടുണ്ട്. അത് ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ മുശ്രിക്കീങ്ങളുടെ സ്വഭാവം പറയുന്നു, എന്ത് ദൃഷ്ടാന്തം കണ്ടാലും അവർ പറയുന്നത് ഇതൊക്കെ മാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊണ്ടുവന്ന ഓരോ അടയാളങ്ങളും, നബി തങ്ങൾ അവർക്ക് കൊടുത്ത നസീഹത്തുകളും, അതിനുശേഷം പ്രവാചകന്മാർ ആ സമുദായം നേരിട്ട സംഭവങ്ങൾ, നൂഹ് നബിയെക്കുറിച്ചും അതുപോലെ തന്നെ ആദ്, സമൂദ്, ലൂത്ത് നബിയുടെ സമുദായം, അതുപോലെ തന്നെ ഫിർഔൻ്റെ ആൾക്കാർ, ഇവരെക്കുറിച്ചെല്ലാം ഈ സൂറത്തിൽ ഓരോന്ന് ഇത് പറയുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ സംഭവങ്ങൾ നാം പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഓതി അല്ലെങ്കിൽ ഇത് സാധനം നിങ്ങൾ പാരായണം ചെയ്ത് നിങ്ങൾക്ക് ഗുണപാഠം സിദ്ധിക്കാൻ എത്ര എളുപ്പമാണ്.
അപ്പോൾ അത്ര എളുപ്പമാക്കി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിച്ചതാണ്. അത് ഓരോ സംഭവങ്ങൾ പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ആവർത്തിച്ച് അള്ളാഹു പറയുകയാണ്. ഈ പ്രവാചകന്മാരുടെയും ഈ സമുദായത്തിൻ്റെ എല്ലാ സംഭവവും ഓരോന്നായിട്ട് പറയുന്നു. പിന്നെ അതിനുശേഷം ഖിയാമത്ത് നാളിൽ വരുന്ന ഏറ്റവും വലിയ മുസീബത്ത്, അതിനുശേഷം മുജ്രിമീങ്ങളായ കുറ്റക്കാരായ ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ശിക്ഷകൾ അത് കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുത്തഖീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഈ സൂറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തത് സൂറത്തുർ റഹ്മാനാണ്. ഇത് മദനിയ, അതായത് തങ്ങളുടെ മദീന ജീവിതത്തിൽ അവതരിച്ച സൂറത്താണെന്നാണ് കൂടുതൽ മുഫസ്സിരീങ്ങളും പരാമർശിക്കുന്നത്. 78 ആയത്തുകളും 3 റുക്കുകളുമാണുള്ളത്. ഇത് മദനിയാണോ മക്കിയാണോ എന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അഭിപ്രായം ഇത് മക്കിയാണെന്നാണ്. അതിന് അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഖുർആൻ്റെ ഇത്രയും വലിയ സാഹിത്യം, ഇതിൻ്റെ ആലങ്കാരിക പ്രയോഗം, ഇതിലുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും സാധ്യത ഇത് മക്കി സൂറത്താകാനാണ് മദീനയേക്കാൾ. സാഹിത്യ സമ്പുഷ്ടമായ സൂറത്തുകൾ കൂടുതലും മക്കയിലാണ് അവതരിച്ചിരിക്കുന്നത്. മദീനയിൽ അവതരിച്ചിരിക്കുന്ന സൂറത്തുകളുടെ പ്രത്യേകത അതിനകത്ത് നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ കുദ്റത്തുകളും അള്ളാഹുവിൻ്റെ കഴിവുകളും അങ്ങനെയുള്ള വിഷയങ്ങൾ അത് വളരെ ഗംഭീരമായ രീതിയിൽ അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ കൃത്യമായ രീതിയിൽ പരാമർശിക്കുന്നത് ഇതൊക്കെ കൂടുതലും മക്കി സൂറത്തുകളിലാണ്. അപ്പോൾ ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അർ റഹ്മാൻ എന്ന പേര് കൊണ്ടാണ്. അതുകൊണ്ടാണ് സൂറത്തിന് സൂറത്ത് റഹ്മാൻ എന്ന പേര് വന്നത് തന്നെ. റഹ്മാൻ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊരു നാമമാണ് റഹ്മാൻ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപകമായി കരുണ ചെയ്യുന്നവൻ, എല്ലാ കരുണയുടെയും ഉടമസ്ഥനാണ് എന്ന റഹ്മാൻ. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ ഈ പേര് പോലും അംഗീകരിച്ചിരുന്നില്ല. കാരണം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ശിർക്കിന് തെളിവില്ല. എല്ലാം അള്ളാഹുവാണ്, എല്ലാ കരുണയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്, എല്ലാ ഉപകാരവും ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശിർക്കിന് പിന്നെ എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ടാണ് അവർ വമർ റഹ്മാൻ, ഈ റഹ്മാൻ എന്താണെന്ന് അവർ ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട് അവരുടെ ആ ചോദ്യം. അതുപോലെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത, ഇത് മനുഷ്യർക്കും ജിന്നുകളെയും ഒരുപോലെ അഭിസംബോധന ചെയ്ത ഏക സൂറത്താണ് പരിശുദ്ധ ഖുർആൻ്റെ സൂറത്തുർ റഹ്മാൻ. മനുഷ്യരോടും അതുപോലെ തന്നെ ജിന്നുകളോടും. അപ്പോൾ അവരോട് രണ്ട് കൂട്ടരോടും എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് ഏതിനെയാണ് നിഷേധിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ഇതിനകത്ത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലെ രണ്ടാമത്തെ ആയത്ത് അല്ലമൽ ഖുർആൻ, അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടെ എടുത്ത് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്നത്, പരിശുദ്ധ ഖുർആൻ തന്നു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നാളെ ആഖിറത്തിൽ വിജയിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഈ ദുനിയാവിലെ ലക്ഷ്യം തന്നെ. അപ്പോൾ അതിന് ഉതകുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. അപ്പോൾ അതിൻ്റെ പഠനമാണ് ലോകത്തെ ഏറ്റവും വലിയ പഠനം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അനുഗ്രഹത്തെ ഏറ്റെടുത്തു തരുന്നു. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചതും അവനെ സംസാരം പഠിപ്പിച്ചതും ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഓരോരോ അത്ഭുതങ്ങൾ. സംസാരം, നമുക്ക് സംസാരിക്കുന്നു, ആശയവിനിമയം നമ്മൾ നടത്തുന്നു, നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളോട് പറയുന്നു. ഇതൊക്കെ ആര് നമുക്ക് നിക്ഷേപിച്ചാണ് നമ്മളിൽ ഇതിനുള്ള കഴിവുകളൊക്കെ? ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ സൂര്യൻ, ചന്ദ്രൻ ഇത് കൃത്യമായി സഞ്ചരിക്കുന്നു. അതുപോലെ നക്ഷത്രങ്ങൾ, മരങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു. അതുപോലെ തന്നെ അള്ളാഹു ആകാശത്തെ ഉയർത്തി എന്നതും അമലുകൾ അളക്കാൻ ത്രാസുകളെ അള്ളാഹു നിശ്ചയിച്ചതും എല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി, അതുപോലെ അതിനകത്ത് പഴങ്ങൾ, അതുപോലെ തന്നെ ഈന്തപ്പനകൾ, കൂമ്പുകളുള്ള ഈന്തപ്പനകൾ എന്ന് വേണ്ട പുഷ്പം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ അള്ളാഹു ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ ഈ രണ്ട് കൂട്ടരുടെയും, മനുഷ്യരും ജിന്നും, രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക എന്ന് മനുഷ്യരോടും ജിന്നുകളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി ഇതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ
അത്ഭുതം, അവൻ്റെ കുദ്റത്തുകൾ ഓരോന്നായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതും ജിന്നിനെ സൃഷ്ടിച്ചതും, അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് സമുദ്രം, അത് തന്നെ 2 രീതിയിൽ ഉപ്പുള്ളതും ഉപ്പില്ലാത്തതുമായ വെള്ളം, അതുപോലെ തന്നെ ആ സമുദ്രത്തിൽ നിന്ന് മുത്തുകളും പവിഴങ്ങളും എന്ന് വേണ്ട കപ്പൽ, അതിൽ നമ്മൾ സഞ്ചരിക്കുന്നു, പർവ്വതങ്ങൾ പോലുള്ള കപ്പലിൽ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതെല്ലാം അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ ഇതെല്ലാം നശിച്ചു പോകും. അള്ളാഹുവിൻ്റെ വജിഹല്ലാത്ത ഒന്നും ബാക്കിയാകില്ല. അള്ളാഹു മാത്രം, അതായത് അന്ത്യവും ആരംഭവും ഇല്ലാത്തവനാണ് അള്ളാഹു. അവൻ മാത്രമേ ഉണ്ടാവൂ. ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയും എന്നും ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്, അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല 8 സ്ഥലത്ത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നരകത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് 7 സ്ഥലത്ത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സ്വർഗത്തെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും 2 ഘട്ടമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. ആ 2 ഘട്ടത്തിലും 8 വെച്ച് എന്ത് ചെയ്യുന്നു? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ ഉലമാക്കൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ 8 എന്നൊരു സൂചനയുണ്ട്, നരകത്തിൻ്റെ വാതിൽ 7 സൂചനയുണ്ട് എന്നൊക്കെ ഇതിനകത്ത് നിന്ന്, ഈ സൂറത്തിനകത്ത് നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിലെ ഏറ്റവും വിശാലമായ ചർച്ച സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ ആസ്വദിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ഓരോരോ ആസ്വാദനങ്ങളും അത് ഓരോന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. അപ്പം അത് ഏറ്റവും ഉയർന്ന ദറജയിലുള്ള സ്വർഗത്തിൽ അങ്ങനെയുള്ളവർക്കുള്ള ആസ്വാദനവും അവർക്കുള്ള സൗകര്യങ്ങളുമുണ്ട്. പിന്നെ വമിൻ ദൂനിഹിമ ജന്നത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തതിനെക്കുറിച്ച് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? വർണ്ണിക്കുകയാണ്. അപ്പോൾ ആ വർണ്ണനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും, അതിലെ പഴങ്ങൾ താന്ന് നിൽക്കുന്നു, അതുപോലെ തന്നെ ഹൂറിലൈങ്ങളെ സംബന്ധിച്ചും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നന്മയ്ക്ക് നന്മയല്ലേ പ്രതിഫലമായി നൽകേണ്ടത്. അപ്പം ഒരു മനുഷ്യൻ ദുനിയാവിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ ഈമാനും അമലെ സാലിഹാത്തിൻ്റെ പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നത് എന്ന് ഈ സൂറത്ത് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. അപ്പോൾ ഈ സൂറത്ത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഓതുകയാണെങ്കിൽ തന്നെ നമ്മൾ അറിയാതെ കൊതിച്ചു പോകും സ്വർഗത്തിലേക്ക് കയറാൻ. അതിനുശേഷം അല്ലാഹു അവൻ്റെ മഹത്വത്തെ, അവൻ എത്രയോ ഉന്നതനാണ്, അവൻ്റെ നാമം എത്രയോ പരിശുദ്ധമായിരിക്കുന്നു എന്ന അല്ലാഹുവിൻ്റെ മഹത്വത്തെ അവൻ എന്ത് ചെയ്യുന്നു? എടുത്തു പറയുകയാണ് ഈ സൂറത്തിൻ്റെ അവസാനം. അത് കഴിഞ്ഞ് സൂറത്തുൽ വാഖിയയാണ്. ഇതും തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 96 ആയത്തുകളാണ്, 3 റുക്കുകളാണ് ഇതിനകത്തുള്ളത്. ഇതാ വഖഅത്തിൽ വാഖിയ, ആ വലിയൊരു സംഭവം അത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള സൂചനയാണ് ഈ വാഖിയ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് തന്നെ വാഖിയ എന്ന പേര് വന്നത്. ഈ സൂറത്തിൻ്റെ വിഷയം തന്നെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഖുദ്റത്തുകൾ, ആ ഖിയാമത്തുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം അല്ലാഹുവിൻ്റെ ഖുദ്റത്തുകൾ നമുക്ക് പ്രകടമാകും. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതിനെക്കുറിച്ചും പർവ്വതങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളതാണ്. അതിനുശേഷം 3 കൂട്ടം ആൾക്കാരായിട്ട് ജനങ്ങളെ അല്ലാഹു തരം തിരിക്കും. അതിലൊന്ന് അസ്ഹാബുൽ യമീനാണ്, 2 അസ്ഹാബു ഷിമാലാണ്, പിന്നൊന്ന് മുഖറബീങ്ങളാണ്. അസ്ഹാബുൽ യമീൻ എന്ന് വെച്ചാൽ വലതുപക്ഷക്കാരാണ്. അവരുടെ അമലുകൾ എഴുതിയ ഗ്രന്ഥം അവരുടെ വലത് കയ്യിൽ കൊടുക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന സ്വർഗത്തിൽ കിട്ടുന്ന അനുഭൂതികളും അവരുടെ സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും അവർ സ്വർഗത്തിൽ ആനന്ദിക്കുന്നതിനെക്കുറിച്ചാണ് ആ ചർച്ച വരുന്നത്. പിന്നെ അതിനുശേഷം അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ഒരു കൂട്ടരുണ്ടാകും. അപ്പോൾ അവർക്ക് നാളെ ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചും അവരുടെ പരാജയത്തെക്കുറിച്ചുമൊക്കെയാണ് അടുത്ത ഭാഗം. അത് കഴിഞ്ഞ് മുഖറബീൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത് സാന്നിധ്യം കിട്ടിയവർ, അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അങ്ങനെയുള്ള ഏറ്റവും മുഖറബീങ്ങളായ ആൾക്കാർ. അത് മുൻകാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം അമ്പിയാക്കളുടെ കാലഘട്ടമെല്ലാം മുൻപേ ആണല്ലോ. അപ്പോൾ അവരെ കണ്ട അവരുടെ മുത്തബീങ്ങളും ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരും ജീവൻ കൊടുത്തവരും ഒക്കെയാണ്. എന്നാൽ പിൽക്കാലത്ത് നിന്നും ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാവും, തീരെ ഇല്ല എന്നല്ല, പിൽക്കാലത്ത് നിന്നും ഈ മുഖറബീങ്ങളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഇവരുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വർണ്ണനവും ആ അനുഗ്രഹങ്ങൾ
എണ്ണി എണ്ണി ഓരോന്നായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്താണിത്. പിന്നെ അതിനുശേഷം ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. തീ കത്തിക്കുന്ന മരങ്ങൾ, അപ്പോൾ അതിൽ അറബികളിൽ തന്നെ അഫാർ, മർഹ് എന്നൊക്കെ പറഞ്ഞ് 2 മരം. അപ്പോൾ ആ മരങ്ങൾ അത് പരസ്പരം കൂട്ടി ഉരയ്ക്കുമ്പോഴത്തേക്ക് തീ കത്തും. അപ്പോൾ ആ തീ ഉപയോഗിച്ചാണ് അവരവരുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ആ മരം നിങ്ങളാണോ സൃഷ്ടിച്ചത്, അത് അള്ളാഹ് ആണോ സൃഷ്ടിച്ചത് എന്ന് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കുദ്റത്തും അവന് ആ കമാലിയായ അവൻ്റെ കുദ്റത്തുകളുടെ ഓരോരോ തെളിവുകളാണ് ശേഷമുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അതിനുശേഷം ഖുർആൻ്റെ മഹത്വം പറയുന്നു. അപ്പോൾ ഖുർആൻ്റെ മഹത്വം പറയാൻ വേണ്ടി അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു. ആ നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ്റെ മഹത്വത്തെ അള്ളാഹു എന്ത് ചെയ്യാണ്, പരാമർശിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും കാഫിരീങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്ന നരകശിക്ഷയെക്കുറിച്ച് ഉണർത്തുന്നു. അതുപോലെ തന്നെ മുഖറബീങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് സൂറത്തുൽ ഹദീദാണ്. സൂറത്തുൽ ഹദീദ് തങ്ങളുടെ മദീന ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 29 ആയത്ത് 4 റുക്കുവാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിനെ സൃഷ്ടിച്ച പരാമർശം വരുന്നുണ്ട്. ഇരുമ്പിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം. സൂറത്തിലെ പ്രമേയം തന്നെ അടിസ്ഥാനമായി 3 വിഷയങ്ങളാണ്. ഒന്ന്, പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. അതിൻ്റെ ഖാലിക്കും മാലിക്കും, അതതിനെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. ഏത് വസ്തു പ്രപഞ്ചത്തിൽ നമ്മളെടുത്ത് നോക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അത് സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിനൊരു തുടക്കവുമില്ല, ഒരു അന്ത്യവുമില്ല. രണ്ടാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തുകൾ ഇതൊന്നും നമ്മുടേതല്ല, മറിച്ച് ഇതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് അവൻ്റെ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളത് ചെലവഴിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെലവഴിക്കാൻ പറയുന്ന സ്ഥലത്ത് മുനാഫിക്കീങ്ങൾ സ്വാഭാവികമായിട്ടും പിന്നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുനാഫിക്കീങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവരാണ്, അവർ പിന്നോട്ടാകാനുള്ള കാരണം അവരുടെ താക്കീതുകൾ എല്ലാം പറയുന്നുണ്ട്. മൂന്നാമത്തേതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇതിലെ 20-ാമത്തെ ആയത്ത് തൊട്ട് ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറയുന്നാൽ വെറും കളിയും തമാശയുമാണ്. അപ്പോൾ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിനെക്കുറിച്ചുള്ള പരാമർശമാണത്. അപ്പോൾ അതിൻ്റെ ബാഹ്യ രൂപത്തിൽ നമ്മൾ ഒരിക്കലും വഞ്ചിതരാകാൻ പാടില്ല. കാരണം ബാഹ്യ രൂപം ഒന്നുമില്ല, അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ സംഭവങ്ങളാണെങ്കിലും അള്ളാഹു അതിനെ വർണ്ണിക്കുന്നത് കളിയും തമാശയും അലങ്കാരവും പരസ്പരം അഹംഭാവം നടിക്കലും കിബിർ നടിക്കലും ഒക്കെയാണ്, അല്ലാതെ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആഖിറത്തിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വസ്തുക്കളിൽ അഹങ്കരിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് പറ്റിയതല്ല. സമ്പത്തിൽ അഹങ്കരിക്കലോ കുടുംബ മഹിമയിൽ അഹങ്കരിക്കലോ ഇതൊന്നും ബുദ്ധിയുള്ളവർക്ക് യോജിച്ച കാര്യമല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ ഉപമിക്കുകയാണ്, ഒരു കൃഷി പോലെയാണ്. അപ്പോൾ മഴ പെയ്ത് നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ പച്ചപ്പുള്ളപ്പോൾ നമ്മൾ തോന്നുന്നു എല്ലാവർക്കും സന്തോഷമാണ്, നല്ല പച്ചപ്പ് വന്നു, ഫലം തരുന്നു എന്നൊക്കെ. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചുമ്മാ കാറ്റത്ത് പറന്നു പോകുന്ന തുരുമ്പല്ലാതെ വേറെ ഒന്നുമല്ല എന്നതുപോലെയാണ് ദുനിയാവിൻ്റെ അവസ്ഥ. വലിയ പച്ചപ്പും അതൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും രണ്ടാമതൊരു ലോകമുണ്ട്, അവിടെ എത്തുമ്പോൾ ദുനിയാവെന്ന് പറയുന്ന ഒന്നുമല്ല. അപ്പോൾ അത് കൃത്യമായൊരു കൃഷിയെപ്പോലെയാണ് ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു. അത് കഴിഞ്ഞ് മുഅ്മിനീങ്ങളോടായിട്ട് ആഖിറത്തിന് വേണ്ടി മത്സരിക്കാൻ പറയുകയാണ് അവസാന ഭാഗത്ത്. നമ്മളുടെ മത്സരം മുഴുവനും ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. ആഖിറത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ദുനിയാവിൽ മത്സരിക്കേണ്ടത്. ഈ 3 വിഷയങ്ങളാണ് ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയം. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.